സദ്ഗുരുവേ ശരണം. ഇന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഒരുപാട് പേര് പറയാറുള്ള 3 വേർഡ്സ് ആണ്. അതായത് വോണ്ട്, കാൺട്ട്, ഡോണ്ട്. അപ്പോൾ ഇത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം? അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. സോ ആർ യു റെഡി? Then let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijit. ആദ്യം നമുക്ക് വോണ്ട് തന്നെ നോക്കാം. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ വരില്ല, ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ അത് കഴിക്കില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. അപ്പോൾ അതിനെന്താ നമ്മൾ പറയുക? ഐ വോണ്ട് കം. അതായത് വിൽ നോട്ടിനെ നമുക്ക് ചുരുക്കി വോണ്ട് ആക്കാം. സോ ഐ വോണ്ട് കം. ഞാൻ പാർട്ടിക്ക് പോകില്ല, ഐ വോണ്ട് ഗോ ടു ദ പാർട്ടി. ഇപ്പോൾ വോണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. അതായത് ഞാൻ വരില്ല, അവൾ എൻ്റെ കൂടെ വരില്ല, ഷി വോണ്ട് കം വിത്ത് മീ. അയാൾ കാറ് വാങ്ങിക്കില്ല, ഹി വോണ്ട് ബൈ ദ കാർ. അവരിവിടെ താമസിക്കില്ല, ദേ വോണ്ട് സ്റ്റേ ഹിയർ. ഞാൻ ജങ്ക് ഫുഡ് കഴിക്കില്ല, ഐ വോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഇഷ്ടമല്ലേ, ചോയ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു തീരുമാനം നമ്മൾ പറയാണ്, എനിക്കിത് പറ്റില്ല. സിംപ്ലി അതാണ് വോണ്ട് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ക്വസ്റ്റ്യനിൽ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. നീ ഡാൻസ് കോമ്പറ്റീഷന് നീ ജോയിൻ ചെയ്യുമോ? വിൽ യു ജോയിൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ? അപ്പോൾ നമുക്കൊന്ന് ചോദിക്കണം, ഒന്നുകൂടെ ഉറപ്പിക്കാൻ ചോദിക്കണം, വോണ്ട് യു ജോയിൻ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ ജോയിൻ ചെയ്യില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമോ എന്ന് ചോദിച്ചു, അത് വളരെ കാഷ്വൽ ആയിട്ട് വിൽ യു ജോയിൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് അതൊന്ന് ഉറപ്പിച്ച് ചോദിക്കണം, ഞാനും ഇനി ചേരുമോ ഇല്ലേ അറിയണ്ടേ. അപ്പം അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ ചോദിക്കണം, വോണ്ട് യു ജോയിൻ ദ കോമ്പറ്റീഷൻ? നീ കോമ്പറ്റീഷന് ജോയിൻ ചെയ്യില്ലേ? വോണ്ട് ഹി ഈറ്റ് ജങ്ക് ഫുഡ്? അവൻ ജങ്ക് ഫുഡ് കഴിക്കില്ലേ? ഇനി ഉത്തരം നോക്കിയേ, അവൻ കഴിക്കില്ല, ഹി വോണ്ട് ഈറ്റ്. അവൾക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെടില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? വോണ്ട് ഷീ ലൈക്ക് ദ ഗിഫ്റ്റ്? അവര് ഇന്ന് രാത്രി അവിടെ ഉണ്ടാവില്ലേ? വോണ്ട് ദേ ബി ദേർ ടുനൈറ്റ്? വോണ്ട് ദേ ബി ദേർ ടുനൈറ്റ്? അപ്പോൾ വോണ്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ താല്പര്യം, നമ്മുടെ ഇഷ്ടം, നമ്മളുടെ ഒരു ഡിസിഷൻ, അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ വോണ്ട് യൂസ് ചെയ്യുന്നത്. അത് നെഗറ്റീവായിട്ട്, എനിക്കിഷ്ടമല്ല, ഞാൻ വരില്ല, പോകില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഡോണ്ട് നോക്കാം. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് നമുക്ക് പറയണം. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും നമുക്ക് ഈ ഡോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എനിക്ക് ചായ ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ടീ. ഇനി നമുക്ക് ഈ വോണ്ട് ആയിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ചായ കുടിക്കില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഐ വോണ്ട് ഡ്രിങ്ക് ടീ എന്ന് പറയാം. പക്ഷെ ഞാൻ കുടിക്കാറില്ല എന്ന് പറയാനാണെങ്കിൽ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? അവർ ഫുട്ബോൾ കളിക്കാറില്ല, ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. അവർ കളിക്കില്ല, they won't play football. അവൾ ഇവിടെ താമസിക്കാറില്ല, she doesn't stay here. അപ്പോൾ ഈ ഡോണ്ട് മാത്രമല്ല, ഡോണ്ടിൻ്റെ കൂടെ ഡോണ്ടിൻ്റെ ട്വിൻ ബ്രദറായ ഡസൻറ്റും ഉണ്ടാവും. അപ്പോൾ അത് സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ ഡോണ്ടും ഡസൻറ്റും യൂസ് ചെയ്യും. ഷീ ആയതുകൊണ്ടാണ് ഷീ ഡസൻറ്റ് സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ദേ ആയിരുന്നെങ്കിലോ, ദേ ഡോണ്ട് സ്റ്റേ ഹിയർ, അവരിവിടെ താമസിക്കാറില്ല. ഇനി അവരിവിടെ താമസിക്കില്ല എന്ന് പറയാനാണെങ്കിലോ, ദേ വോണ്ട് സ്റ്റേ ഹിയർ. ഇതാണ് ഈ വോണ്ടും ഡോണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. നമ്മളിതിങ്ങനെ മനസ്സിലായി എന്ന് വിചാരിച്ചങ്ങ് പോയാൽ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ എക്സാമ്പിൾസ് വെച്ച് നല്ല തറോ ആയിട്ട്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ച് അത് ഫോക്കസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് ചിന്തിച്ച് ഇല്ലാത്ത ഡൗട്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കരുത്. നമ്മൾ ഈ ഉള്ള കാര്യം പഠിച്ച് ഉറപ്പിക്കുക, അതാണ് ഇതിൻ്റെ സീക്രട്ട്. ഞാൻ രാവിലെ TV കാണാറില്ല, ഐ ഡോണ്ട് വാച്ച് TV ഇൻ ദ മോർണിംഗ്. ഇനി ഞാൻ കാണില്ല എന്നാണെങ്കിലോ, ഐ വോണ്ട് വാച്ച് TV ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതിൽ തമ്മിൽ ആ വ്യത്യാസം മനസ്സിലായില്ലേ? നിനക്കിത് വേണ്ട, യു ഡോണ്ട് വാണ്ട് ദിസ്. കേട്ടോ, അവിടെ ഡോണ്ടിൻ്റെ അർത്ഥം കേട്ടോ, നിനക്കിത് വേണ്ട, വേണ്ടേ. അപ്പോൾ അതാണ് യു ഡോണ്ട് വാണ്ട് ദിസ്. നിന്നെ കണ്ടാൽ ഒട്ടും ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല, യു ഡോണ്ട് ലുക്ക് ഫ്രഷ്. അപ്പോൾ അതെന്താ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഈ ഡോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. യു ഡോണ്ട് ലുക്ക് ഫ്രഷ്. ഇപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ഡ്രസ്സ് കണ്ടാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദിസ്. അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്നല്ല അവിടെ അർത്ഥം, അവിടെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്.
ഇപ്പൊ അതിന്റെ ഗുട്ടൻസ് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രഹസ്യം. യു ഡോണ്ട് ലുക്ക് ഫ്രഷ് എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട ഒരിക്കലും ഫ്രഷ് അല്ല എന്നാണോ? അല്ല, ഇപ്പൊ കണ്ട ഫ്രഷ് അല്ല എന്നാണ്. യു ഡോണ്ട് ലുക്ക് ഫ്രഷ്. ഡോണ്ട് ദേ കം, അവര് വരാറില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ കാണ്ട് അദ്ദേഹത്തിന് അത് പരിചയപ്പെടാം. ചില റൂൾസ് പറയാൻ, ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു ഇൻഎബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴത്തതും ഫ്യൂച്ചറിലും നമുക്ക് ഒരു കാര്യം പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കാണ്ടാണ് ആവശ്യം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയാൻ നമുക്ക് ഈ കാണ്ട് ആവശ്യമുണ്ട്. ഈ എക്സാമ്പിൾസ് വെച്ച് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നീന്താൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ്, ഐ കാൺട്ട് സ്വിം. ഇനി ഫ്യൂച്ചർ ഇൻഎബിലിറ്റി, അയാൾക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഹി കാൺട്ട് കം ടുഡേ. വരാൻ പറ്റില്ല, എന്തോ ബിസിയാണ് അല്ലെങ്കിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല എന്നാണ്. ഹി കാൺട്ട് കം ടുഡേ. ഇത് ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് തീർക്കാൻ പറ്റില്ല. വി കാൺട്ട് ഫിനിഷ് ദിസ് ബൈ ഈവനിങ്. ഈ വൈകുന്നേരത്തോടെ നമുക്കിത് തീർക്കാൻ പറ്റില്ല. ഇനി പ്രൊഹിബിഷൻ, യു കാൺട്ട് എൻറ്റർ ദ റെസ്ട്രിക്റ്റഡ് ഏരിയ വിത്തൗട്ട് പെർമിഷൻ. നിരോധിത മേഖല, അതാണ് റെസ്ട്രിക്റ്റഡ് ഏരിയ. നിരോധിത മേഖലയിൽ കടക്കാൻ അനുവാദമില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. യു കാൺട്ട് എൻറ്റർ. അപ്പൊ അവിടെ അതൊരു പ്രൊഹിബിഷൻ, ആ ഒരു നിയമമാണ് പറയുന്നത്. യു കാൺട്ട് ഡ്രൈവ് വിത്തൗട്ട് എ ലൈസൻസ്. ലൈസൻസ് ഇല്ലാതെ നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നിയമപരമായിട്ട് അത് അനുവദനീയമല്ല. അപ്പോൾ യു കാൺട്ട് ഡ്രൈവ് വിത്തൗട്ട് എ ലൈസൻസ്. ഒരു സമയത്ത് രണ്ട് സ്ഥലത്ത് നിനക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. യു കാൺട്ട് ബി ഇൻ ടു പ്ലേസസ് അറ്റ് വൺസ്. ഒരു സമയത്ത് രണ്ട് സ്ഥലത്ത് ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. നാളെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, ഐ കാൺട്ട് മീറ്റ് യു ടുമോറോ. ഇപ്പോൾ ഫ്യൂച്ചർ ഇൻഎബിലിറ്റി, അവൾക്ക് നെക്സ്റ്റ് വീക്കിലുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഷി കാൺട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ഇപ്പം ഐ കാൺട്ട് സ്വിം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നീന്താൻ പറ്റില്ല എന്നല്ലേ. എനിക്ക് നീന്താൻ പറ്റില്ല. ഇനി ഞാൻ നീന്താറില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് സ്വിം. അപ്പോഴാണ് ഡോണ്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻസ്. ഇനി ഞാൻ നീന്തില്ല, എനിക്ക് നീന്താൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നീന്താറുണ്ട്, പക്ഷെ ഞാൻ ഇപ്പം നീന്തില്ല. എന്തായാലും ഞാനൊരു ഡിസിഷൻ എടുത്ത് ഐ വോണ്ട് സ്വിം. അപ്പോൾ മനസ്സിലായില്ലേ? ഐ വോണ്ട് സ്വിം, ഐ ഡോണ്ട് സ്വിം, ഐ കാൺട്ട് സ്വിം. അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഈ മീനിങ് വെച്ച് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ പഠിക്കുക. ഇനി നിനക്ക് കാർ ഓടിക്കാൻ പറ്റില്ലേ? പറ്റുമോ എന്ന് ചോദിക്കാനാണ് ക്യാൻ യു ഡ്രൈവ് എ കാർ. അപ്പോൾ പറ്റില്ലേ എന്ന് ചോദിക്കാനോ കാൺട്ട് യു ഡ്രൈവ് എ കാർ. അപ്പോൾ കാണ്ടിൻ്റെ യൂസ് മാറിയത് കണ്ടില്ലേ? ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് നമുക്കൊന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പറ്റില്ലേ? കാൺട്ട് യു ഡ്രൈവ് എ കാർ? നോ, ഐ കാൺട്ട് ഡ്രൈവ് യെറ്റ്. എനിക്ക് ഇതുവരെയും വണ്ടി ഓടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. നോ, ഐ കാൺട്ട് ഡ്രൈവ് യെറ്റ്. അവർക്കൊരു പുതിയ കാർ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ദേ അഫോർഡ് എ ന്യൂ കാർ? പറ്റില്ലേ, അവർക്ക് പറ്റില്ലേ. കാൺട്ട് ദേ അഫോർഡ് എ ന്യൂ കാർ. ഇപ്പൊ ക്ലിയർ ആയല്ലോ വോണ്ട്, ഡോണ്ട് ആൻഡ് കാൺട്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ ഈ 3 സെന്റൻസും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ രാത്രി കോഫി കുടിക്കാറില്ല. ഞാൻ നാളെ എഴുന്നേൽക്കാൻ വൈകില്ല. ഇത്രയും ഭാരമുള്ള ബാഗുകൾ എടുക്കാൻ എനിക്ക് പറ്റില്ല. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ കോഴ്സുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ ആ നമ്പറിൽ വിളിക്കുക, വാട്സാപ്പ് ചെയ്യുക. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ കോമ്പറ്റീഷൻസിന് ഇംഗ്ലീഷ് ലിറ്റററി ഐറ്റംസിൻ്റെ ഒരു കോച്ചിങ്, ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോസ്റ്ററും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. ഓക്കെ. So see you in the next video. Until then, you take care. Sadguru Shar.